കെ ഹർഷിനിയുടെ ശസ്ത്രക്രിയ പൂർത്തിയായി. 2.5 മണിക്കൂറോളം നീണ്ട ശസ്ത്രക്രിയയ്ക്ക് ഒടുവിലാണ് ഹർഷിനിയുടെ വയറ്റിൽ രൂപപ്പെട്ട മാംസപിണ്ഡം നീക്കം ചെയ്തത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന പ്രസവ ശസ്ത്രക്രിയയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയതിനെ തുടർന്ന് മുൻപ് 4 തവണ ഹർഷീന ശസ്ത്രക്രിയയ്ക്ക് വിധേയമായിരുന്നു. ആ ഭാഗത്ത് കൊഴുപ്പടിഞ്ഞതിനാലാണ് വീണ്ടും ശസ്ത്രക്രിയ നടത്തിയത്. ഡോക്ടർമാർക്ക് സംഭവിച്ച പിഴവിന്റെ പേരിൽ 5ാമത്തെ ശസ്ത്രക്രിയയാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ഹർഷീനയ്ക്ക് ചെയ്തത്. ജമ്മുകശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനെതിരായ ഹർജി തള്ളി സുപ്രീംകോടതി വിധിയിൽ പിഴവില്ലെന്നും പുനഃപരിശോധിക്കേണ്ടതില്ലെന്നുമാണ് ഉത്തരവ്. വിവരങ്ങൾ നൽകാൻ ഗൗതം ചേരുന്നുണ്ട്. ഗൗതം, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ 2023 ഡിസംബർ മാസം 11-നാണ് ചരിത്രപരമായ വിധി പ്രസ്താവം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അതായത് 2019 ഓഗസ്റ്റ് മാസം 5-ാം തീയതി ജമ്മു കശ്മീരിന്റെ പ്രത്യേക അധികാരം കേന്ദ്ര സർക്കാർ മരവിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞു. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ജമ്മു കശ്മീരിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാക്കളും ഒക്കെ ചേർന്ന് നൽകിയ വിവിധ ഹർജികളാണ് കഴിഞ്ഞ വർഷം ഡിസംബർ 11-ാം തീയതി സുപ്രീം കോടതി തള്ളിയത്. അന്ന് കോടതി ഈ ആർട്ടിക്കിൾ 370 ജമ്മു കശ്മീരിന് അനുവദിക്കേണ്ടതില്ലെന്നും അത് ചില പ്രത്യേക സാഹചര്യത്തിൽ നൽകിക്കൊടുത്തതാണെന്നും സ്ഥിരമായി അത് തുടരേണ്ട ഒരു സാഹചര്യവും ഇല്ല എന്ന വിലയിരുത്തലോട് കൂടിയാണ് അന്ന് ഹർജി തള്ളിയത്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് നൽകിയ പുനഃപരിശോധനാ ഹർജിയും ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം സുപ്രീം കോടതി പുറത്തിറക്കിയ ആ ഒരു ഉത്തരവ് പുനഃപരിശോധിക്കേണ്ടതായ ഒരു സാഹചര്യവും ഇപ്പോഴില്ല എന്ന് വിശദീകരിച്ചുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള 5-അംഗ ബെഞ്ച് ഇപ്പോൾ ഈ ആർട്ടിക്കിൾ 370യുമായി ബന്ധപ്പെട്ട് നൽകിയ പുനഃപരിശോധനാ ഹർജികൾ കൂടി തള്ളിയിരിക്കുന്നത്.